ഗൈസ് ജയശേഖരൻ ചക്ക ചിപ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഇടാൻ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ലായിരുന്നു, ഉറങ്ങിപ്പോയി. അഖിലെ കൂട്ടുകാരൻ ജയൻ, ക്യാമറമാൻ അനുഗ്രഹം, ഇപ്പുറം റിപ്പോർട്ടർ ജയശൂരി. ഞങ്ങൾ ചക്ക വറുത്തതാണ് തിന്നുന്നത് ഗൈസ്. നാട്ടിൽ നിന്ന് വന്ന ചക്ക വറുത്ത. ഞാൻ ഒന്ന് പോയി ഒന്ന് കറിയുണ്ട്. ഒന്നും നോക്കില്ല, ചക്ക വറുത്ത പഠിക്കാനായിട്ട് 200 ദിനാറിന്റെ ടിക്കറ്റ് വെക്കുക. 214 മരിച്ചാലും മറക്കില്ല. 100 മിനിറ്റ് വീടുപോയ കറി തന്നെ ഞാൻ. ജേഷൻ ടിക്കറ്റ് എടുത്ത് മാറി അല്ല അട്ടെ, നമുക്ക് ചായ അടിച്ച് നിശ്ചയിക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് ഷിയാസിന്റെ ബർത്ത്ഡേനും ഹാപ്പി ബർത്ത്ഡേ ഷിയാസ്. താങ്ക് യു എടാ. ഞങ്ങളുടെ സ്വന്തം ആവട്ടെ. നടത്തണം. പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകാരും ഷിയാസിന് വേണ്ടി നമ്മളിങ്ങനെ വണ്ടി പോകുമ്പോൾ ഇതെന്താ ബിൽഡിങ് ബാക്കോട്ട് പോകുന്നത് നിങ്ങൾക്ക് ആർക്കും അറിയോ? അബ്ദുൽ വഹാബ് എന്താ അങ്ങോട്ട് പോന്നേ? നിക്കട അവിടെ. വേൾഡ് ട്രെയിനിങ് സെന്റർ മോഡാമാൾ. നമ്മുടെ ഗൈഡ് ഇതെല്ലാം വിവരിച്ച് തരുന്നുണ്ട്. ഇത്ര കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൈഡ് വിവരിക്കുന്നത്. ഒരു ഷർമ്മ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നേ ഉള്ളൊന്ന്. എന്താ വേണ്ടേ? എന്താ വേണ്ടേ? ഫ്രൈസ്. ആ കുഞ്ഞിന് പോയിട്ടൊരു എന്റെ മോന് ഫ്രൈസിന് വേണ്ടില്ലേ? എനിക്കിന്ന് കുക്ക് കളിപ്പിച്ചു. ശീശ ഒന്ന് മതിയോ? ആ ഒന്ന് മതിയോ? ആ 2 അവിടെ ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മറ്റേ 2 സ്ഥലത്തുണ്ട് ബ്രാഞ്ച്. ഇവിടെ വെച്ചോ. നോക്കാം ഏട്ടൻ നോക്കാം. ഐറിഷ്, what you got? Wow, yes, have it. ഇത് കണ്ടില്ല ഐറിഷ്? വേഗം തൂമാണ്. ഗൈസ്, ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് പാലിക്കുട്ടൻ. കൈ മാറ്റടാ നീ. അഖിലേട്ടൻ കാണല്ല സത്യം. പിന്നെ ഷിയാസിനെ ജയശേട്ടനെ കണ്ടിട്ടില്ലേ മറ്റേ വാട്സാപ്പില്? ആ സത്യം. നല്ല ക്രിസ്പിയാണ്. മുനീർക്ക വന്നിക്ക് എല്ലാം എൻ്റെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട് മറ്റേ നിങ്ങളെ വൈഫ് ഇങ്ങനെ ലൈക്ക് തരുന്നുണ്ട്. ഇതെന്തോടാ? ഇതെന്താണെന്നറിയോ? ചൂടുണ്ടാവേ ചേട്ടാ. എനിക്ക് ഇതൊന്നും വേണ്ട.
എടാ തൽക്കാലത്ത് ഈ ബർത്ത്ഡേക്ക് പറഞ്ഞു ഇതിന് മോളെ 10 കേക്ക് കഴിച്ച് മുറിക്കുന്നു. കിട്ടി അങ്ങോട്ട് വിടുകയും ചെയ്തു. ജയശേട്ടൻ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ, ജയശേട്ടൻ ഫുഡ് കഴിക്കുന്നുണ്ടോ വളരെ വൃത്തിയോടും കൂടി. കൊല്ലങ്ങൾ കേട്ട് ചിലപ്പോ ഒരു 20 വർഷമൊക്കെ കഴിഞ്ഞോളൂ. ഇനിയിപ്പോ ആ ഊരാച്ചുണ്ടിൽ ഇരുന്നിട്ട് ഇത് മറ്റാ സബീറല്ലേ നമ്പറൊക്കെ നോക്കി കയ്യിലേക്ക് കിട്ടും. അല്ലാണ്ട് 10 വർഷം മുമ്പുള്ള ഈ അടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം ആൾക്കാരുടെ രീതിയില്ല.